നമുക്കിവിടെ കാണിക്കേണ്ടത് സി ഓഫ് ജി വെൽ ഡിഫൈൻഡ് ആണ്. സി ഓഫ് ജി എന്ന് പറയുന്നത് ക്ലോഷർ ഓഫ് ജി. എന്താ ക്ലോഷർ ഓഫ് ജി എന്നറിയോ? ഞാൻ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഈ ഒരു ഗ്രാഫിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് എത്രയാണ്? 6 നമ്പർ ഓഫ് വേർട്ടീസസ് നമ്മുടെ ഈ ഗ്രാഫിലുണ്ട് അല്ലേ. ഇനി ഈ ഗ്രാഫിൽ നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടീസസിന് നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡിഗ്രികളുടെ സം എടുക്കുക. ഡിഗ്രികളുടെ സം എടുക്കുമ്പോൾ നമ്മുടെ 6-നേക്കാളും വലുതോ ഈക്വലോ വരികയാണെങ്കിൽ അവർ തമ്മിൽ എന്തോ ഒരു എഡ്ജ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് വേർട്ടെക്സിനെ എടുക്കാം. ഇതിൻ്റെ രണ്ടിന് ഡിഗ്രി എത്രയാണ് വരുന്നത്? 3ഉം 3ഉം 6 അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനങ്ങ് കണക്ട് ചെയ്യാം. ഇനി 6-നേക്കാളും കൂടുതലാണെങ്കിലും കണക്ട് ചെയ്യാം, 6-നേക്കാളും കുറവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നോക്കിയേ, ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. 2 + 2 4 ആണ്. ഈ നോൺ അഡ്ജസൻ്റ് ഈ രണ്ട് വേർട്ടീസസ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ അതിന് ഡിഗ്രി 4 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, ഇവരെ രണ്ടുപേരെ എനിക്ക് കണക്ട് ചെയ്തൂടെ? ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. കണ്ടോ, 6 ആണ് ടോട്ടൽ സം വരുന്നത്. അപ്പോൾ അവരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഈ രണ്ട് ടേംസിനെ നോക്കേ, ഇവരെയും ഇവരെയും ഇവിടെ എത്രയാണ് വരുന്നത്? 4 ഇപ്പോൾ ഉള്ള ഡിഗ്രി, ഇവിടെ 2 ആണ്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാം. അതേപോലെ ഇവരെയും ഇവരെയും ഇവിടെ ഡിഗ്രി 2 ആണ്, ഇവിടെ ഇപ്പോൾ ഡിഗ്രി 4 ആണ്. 4 + 2 6 വരും. എനിക്ക് ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ ഇവരെ കണക്ട് ചെയ്തില്ലായിരുന്നു അല്ലേ? ഇവരെ ഇങ്ങനെ കണക്ട് ചെയ്തില്ലായിരുന്നു. കാരണം എന്താ? ഡിഗ്രി സമ്മ് നമുക്ക് 6-നേക്കാളും കുറവാണ് കിട്ടുക. ഇപ്പോഴോ? ഇപ്പോൾ ഇവരുടെ ഡിഗ്രി സമ്മ് എന്ന് പറഞ്ഞാൽ 3 + 3 6 ആണ്. അപ്പോൾ ഇവരെയും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ നോൺ അഡ്ജസൻ്റ് വേർട്ടീസസിനെ നമ്മളിങ്ങനെ എടുക്കുന്നു. അവരുടെ ഡിഗ്രി സമ്മ് നമ്മുടെ വേർട്ടീസസിനേക്കാളും ഈക്വലോ ഗ്രേറ്ററോ ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എഡ്ജ് കണക്ട് ചെയ്ത് അങ്ങനെ പോയി നമുക്ക് കിട്ടുന്ന അവസാനത്തെ ആ ഗ്രാഫിനെയാണ് നമ്മൾ ക്ലോഷർ ഓഫ് ജി എന്ന് പറയാം. അപ്പം നമുക്കിവിടെ കാണിക്കേണ്ടത് ഈ ക്ലോഷർ ഓഫ് ജി വെൽ ഡിഫൈൻഡ് ആണ്. അതിനെന്താ ചെയ്യുന്നതെന്ന് അറിയോ? അതിന് നമ്മൾ ഈ എഡ്ജുകൾ ഇങ്ങനെ വരച്ച് പോകുമല്ലോ, അങ്ങനെ 2 രീതിയിൽ നമ്മൾ വരക്കുന്നു. ഓക്കെ, ആദ്യം നമ്മളിങ്ങനെ വരച്ച് പോകുന്ന ഈ എഡ്ജിനെ E1 E2 എക്സെട്ര ഈ M വരെ ഉണ്ടെന്ന് വിചാരിക്കാം. M എഡ്ജസുകൾ വരച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ഗ്രാഫ് ജിയിൽ നിന്ന് G1 ഉണ്ടാക്കുന്നത്. ഓക്കെ, E1 E2 എക്സെട്ര ഈ M വരെയുള്ള എഡ്ജുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? G1 എന്ന് പറയുന്ന ക്ലോഷർ ഉണ്ടാക്കുന്നു. അതേപോലെ നമ്മൾ വേറൊരു രീതിയിൽ അതിൽ FN വരെയുള്ള എഡ്ജസുകൾ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? G2 എന്ന് പറയുന്ന ഒരു ക്ലോഷർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? 2 രീതിയിൽ നമുക്ക് എഡ്ജസുകൾ കണക്ട് ചെയ്തിട്ട് 2 ക്ലോഷർ ഉണ്ടാവും നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് വെൽ ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എഡ്ജസുകൾ E എന്ന് പറയുന്ന എഡ്ജസുകളും F എന്ന് പറയുന്ന എഡ്ജസുകളും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതിലെന്താ ചെയ്യുന്നതെന്ന് അറിയാം? ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നോക്കുകയാണേ, എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ E1 E2 എക്സെട്ര ഇങ്ങനെ പോയി നോക്കുമ്പോൾ EK വരെയുള്ള എഡ്ജുകൾ G1-ലുണ്ട്, G2-ലും ഉണ്ട്. ഓക്കെ, E1 E2 എക്സെട്ര EK വരെയുള്ള എഡ്ജുകൾ G1-ലുണ്ട്, G2-ലുണ്ട്. എന്നാൽ ഈ K+1 എന്ന് പറയുന്ന ഒരു എഡ്ജുണ്ട്. ഈ K+1 എന്ന് പറയുന്ന എഡ്ജ് ഈ G1-ലുണ്ട്, എന്നാൽ G2-ലില്ല. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ K+1 എന്ന് പറയുന്ന എഡ്ജ് അവിടെ വരക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് അത് ഈ K+1 എന്ന് പറയുന്ന എഡ്ജ് UV എന്ന് പറയുന്ന 2 വേർട്ടെക്സുകളെ കണക്ട് ചെയ്യുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും ഡിഗ്രികൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഡിഗ്രി ഓഫ് U + ഡിഗ്രി ഓഫ് V എന്ന് പറയുന്നത് എന്തായിരിക്കും? ≤ V ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V ആയിരിക്കണം. എങ്കിലല്ലേ നമ്മൾ അതിനെ കണക്ട് ചെയ്യുള്ളൂ. അതല്ലേ നമ്മൾ ക്ലോഷർ ഓഫ് ജിയിൽ പറഞ്ഞതല്ലേ? ക്ലോഷർ ഓഫ് ജിയിൽ 2 നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 വേർട്ടെക്സുകൾ നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. എപ്പോൾ? അതിൻ്റെ ഡിഗ്രികളുടെ സമ്മ് നമ്മുടെ വേർട്ടെക്സിനേക്കാളും ഈക്വലോ ഗ്രേറ്ററോ ആണെങ്കിൽ. അപ്പോൾ യുവും V എന്ന് പറയുന്നത് എന്താണ്? നോൺ അഡ്ജസൻ്റ് ആണ്. അവരുടെ ഡിഗ്രീൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു V ആണ്. അപ്പോൾ നമ്മളിങ്ങനെ സപ്പോസ് ചെയ്ത് വെച്ചു അല്ലേ. ഇനി ഞാൻ ഈ K വരെയുള്ള ഈ എഡ്ജുകൾ നമ്മുടെ ജിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ഗ്രാഫ് ഉണ്ടാക്കുകയാണ്. ഞാനതിനെ H എന്ന് വിളിച്ചു. ഓക്കെ, Hലപ്പോൾ ആര് വരെയുള്ളൂ? ഈ K വരെയുള്ള എഡ്ജസുകളേ ഉള്ളൂ. നമ്മുടെ G എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ കൂടെ ഈ K വരെയുള്ള എഡ്ജസുകളുള്ള ഒരു പുതിയ ഗ്രാഫ് ഞാൻ H എടുത്തു. അപ്പോൾ നോക്കിയേ, ഈ H എന്ന് പറയുന്ന ഗ്രാഫ് G1-ലും ഉണ്ടാവും, G2-ലും ഉണ്ടാവും അല്ലേ? കാരണം എന്താ? E1 E2 എക്സെട്ര K വരെയുള്ള എഡ്ജസുകൾ G1-ലും ഉണ്ട്, G2-ലും ഉണ്ട്. അപ്പോൾ ഈ H എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രാഫ് G1-ലും ഉണ്ടാവും, G2-ലും ഉണ്ടാവും. അതിന് പുറമെ ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ UV എന്ന് പറയുന്ന
ഈ ഒരു യു വി എന്ന് പറയുന്ന വേർട്ടീസസും നമ്മുടെ എച്ചിലുണ്ടാവുമല്ലോ. എച്ചിൽ ആ ഈ വേർട്ടീസസൊക്കെ എവിടെയുള്ളതാണ്? നമ്മുടെ ഗ്രാഫ് ജിയിലുള്ളല്ലേ. അപ്പോൾ നമ്മുടെ യു വി എന്ന് പറയുന്ന ഈ വേർട്ടക്സുകളും എച്ചിലുണ്ടാവും, നമ്മുടെ ഗ്രാഫ് എച്ചിലുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ടീഷൻ അവിടെ ഉണ്ടാവുമല്ലോ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് EK+1 എന്ന് പറയുന്ന ഒരു എഡ്ജ് നമുക്ക് വരക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എച്ചിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്ത് ചേർക്കാൻ പറ്റും? ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് EK+1 എന്ന് പറഞ്ഞാൽ എഡ്ജ് അവിടെ വരക്കൽ നിർബന്ധമാണ് ക്ലോഷർ ആക്കണമെങ്കിൽ, അല്ലേ? എച്ച് ഇപ്പോൾ ക്ലോഷർ അല്ല, എച്ചിനെ ക്ലോഷർ ആക്കണമെങ്കിൽ EK+1 എന്ന് പറഞ്ഞാൽ എഡ്ജ് അവിടെ വരക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതേപോലെയാണെങ്കിൽ ഇനി നമ്മുടെ ഗ്രാഫ് G2ൽ EK+1 ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ EK+1 നമുക്ക് വരക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. EK+1 അവിടെ വരക്കൽ എന്താ നിർബന്ധമാണ്. കാരണം എന്താ? അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് >V ആണ്. അപ്പോൾ ഡിഗ്രീൻ്റെ സമം >V ആണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ എന്ത് വരക്കണം? എഡ്ജ് വരച്ചേ പറ്റൂ. അപ്പോൾ EK+1 എന്ന് പറഞ്ഞ എഡ്ജ് G2ലും ഉണ്ട്. അപ്പോൾ നമ്മൾ EK+1 എന്ന് പറഞ്ഞ എഡ്ജ് G1ലുണ്ട്, G2ൽ ഇല്ലയെന്ന് അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. എന്ത്? അത് G2ൽ എന്തായാലും വേണം എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ C(G) അഥവാ ക്ലോഷർ ഓഫ് G എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് എന്താ? നമ്മൾ ക്ലോഷർ ഓഫ് G നമ്മൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് രീതിയിൽ നമ്മുടെ Gയിലേക്ക് E1 E2 എക്സെട്ര ഈ M എന്ന് പറയുന്ന M എഡ്ജസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുമെന്നെടുത്തു? നമുക്ക് G1 എന്ന് പറയുന്ന ഒരു ക്ലോഷർ ഉണ്ടാക്കാൻ പറ്റുമെന്നെടുത്തു. അതേപോലെ F1 F2 എക്സെട്ര Fn എഡ്ജസുകൾ കൂട്ടിച്ചേർത്തിട്ട് G2 എന്ന് പറയുന്ന വേറെ ക്ലോഷർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എടുത്തു. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ വെൽ ഡിഫൈൻഡായി. അത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെടുക്കുന്നു? E1 E2 എക്സെട്ര EK വരെയുള്ള എലമെൻസുകൾ ഈ G1ലുണ്ട്, G2ലുണ്ട് എന്ന് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് EK+1 എന്ന് പറയുന്ന എഡ്ജ് G1ലുണ്ട്, G2ലില്ല എന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടുകയാണ്, അല്ലേ? എങ്ങനെയാണ് കിട്ടുന്നത്? EK+1 എന്ന് പറയുന്ന എഡ്ജ് അവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് V ഇതിനെ കണക്ട് ചെയ്യുന്ന നോൺ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് വേർട്ടീസാണ് UV. അതിൻ്റെ ഡിഗ്രികളെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രികളെ സം എടുക്കുമ്പോൾ >V എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കണക്ട് ചെയ്യൽ, ഇവർ നമ്മളൊരു എഡ്ജ് വെച്ച് കണക്ട് ചെയ്യൽ നിർബന്ധമാണ്, എങ്കിലേ ക്ലോഷർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? EK+1 എന്ന് പറഞ്ഞ എഡ്ജ് ഇവിടെ വരച്ചേ പറ്റൂ, വരക്കാതെ വേറെ വഴിയില്ല. ഓക്കെ. അപ്പോൾ G1ലുള്ള എലമെൻസുകളൊക്കെ എവിടെ ഉണ്ടാവും? G1ലുള്ള എഡ്ജസുകളൊക്കെ G2ലും ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ക്ലോഷർ C(G) വെൽ ഡിഫൈൻഡ് ആണെന്ന് കിട്ടി.